നമുക്ക് മനസമാധാനം തരുന്നത് ചന്ദ്രനാണ്. നമുക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി തരുന്നത് സൂര്യനാണ്. സൂര്യനെയും ചന്ദ്രനെയും മഹാലക്ഷ്മിയായിട്ടാണ് കണക്കാക്കുന്നത് ശ്രീ സൂക്തത്തിൽ. അപ്പോൾ ആ ശ്രീ സൂക്തം നമ്മൾ ഭക്തിയോടെ ദിവസവും മനസ്സിൽ ധ്യാനിച്ച് ഹൃദയചക്രത്തിൽ മഹാലക്ഷ്മി കൊണ്ടുവന്ന് ധ്യാനിച്ചാൽ വലിയൊരു ഹോമോ അല്ലെങ്കിൽ വലിയൊരു കാര്യങ്ങളോ ചെയ്യാതെ നമുക്ക് നേടാം. ഒരാളുടെ ജാതകം നോക്കിയാൽ അയാൾ സാമ്പത്തികമായിട്ട് എത്ര ഉന്നതിയിലേക്ക് എത്താം, അയാൾ ബിസിനസ്സിൽ എത്രമാത്രം വിജയിക്കാം, അല്ലെങ്കിൽ അയാളുടെ ഫാമിലി പരമായിട്ട് അയാളുടെ എന്തുമാത്രം സന്തുഷ്ടവാനായിരിക്കാം എന്നുള്ള പോലുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ഒരാളുടെ ജാതകം നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ജാതകത്തിൽ ഈ മൊത്തത്തിൽ നവഗ്രഹങ്ങളാണല്ലോ ഉള്ളത്. അപ്പോൾ ആ 12 രാശികളായിട്ട് നവഗ്രഹങ്ങൾ നിൽക്കുന്ന സ്ഥാനം, അതിൽ ലഗ്നാധിപന് ബലമുണ്ടോ, ലഗ്നാധിപനാണ് ഓവറോൾ നമ്മൾ ആരാന്ന് നിശ്ചയിക്കുന്നത്. ആ ലഗ്നാധിപൻ പോയി എവിടെയാണ് നിൽക്കുന്നത്, ഏത് ഭാവത്തിലാണ്, ആ ഭാവത്തിൽ അതിന് ബലമുണ്ടോ. ഇപ്പോൾ ലഗ്നാധിപൻ പോയിട്ട് 9-ൽ നിൽക്കുന്നു, 9ാം ഭാവാധിപൻ 11-ൽ നിൽക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള 9 എന്ന് പറഞ്ഞാൽ ഭാഗ്യസ്ഥാനമാണ്, 11 ലാഭമാണ്. അപ്പം അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു ഗ്രഹനില കണ്ടാൽ നമുക്ക് പറയാം ആ വ്യക്തിക്ക് ഭാഗ്യവും ധനലാഭവും ഒക്കെ ഉള്ളതാണെന്ന് പറയാം. പിന്നെ അതല്ലാതെ തന്നെ പറയുന്നത് ഈ നവഗ്രഹങ്ങളിൽ 5 ഗ്രഹങ്ങൾ ശരിക്കും നമുക്ക് കർമ്മകടം തരുന്നവരാണ്. ബാക്കി 4 ഗ്രഹങ്ങളാണ് നമ്മൾക്ക് ഈ പ്രണയം, അതുപോലെ തന്നെ ജീവിതത്തിൽ ഐശ്വര്യം, സമാധാനം, സന്തോഷം, സന്തുഷ്ടമായ കുടുംബം ഇങ്ങനെയൊക്കെ തരുന്നത് 4 ഗ്രഹങ്ങളാണ്. ബാക്കി 9 ഗ്രഹങ്ങളിലെ 5 ഗ്രഹങ്ങൾ നമുക്ക് എന്തെങ്കിലും കാർമ്മികടങ്ങൾ തന്നിട്ട് നമ്മളെ പ്യൂരിഫൈ ചെയ്യാനോ നമ്മുടെ ആത്മാവിൻ്റെ ആ ഒരു കറ തീർക്കാനോ ആണ് അവരുടെ ശ്രമം നടക്കുന്നത്. അതിൽ തന്നെ ഈ ബുധനും ചന്ദ്രനും അതുപോലെ തന്നെ ശുക്രനും വ്യാഴവും, ഈ 4 ഗ്രഹങ്ങളാണ് നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സാറ്റിസ്ഫാക്ഷനോ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അതിൽ തന്നെ ചന്ദ്രനാണെന്ന് പറഞ്ഞാൽ ചന്ദ്രന് മൂടനുസരിച്ചിരിക്കും. അതായത് പക്ഷബലം ഉണ്ടോ ഇല്ലയോ, ചന്ദ്രൻ്റെ ബലാബലങ്ങളൊക്കെ നോക്കിയിട്ടാണ് അതിന് ഫലം തരാൻ പറ്റുള്ളൂ. ബുധനും അങ്ങനെ തന്നെയാണ്. ബുധൻ സൂര്യനോടൊപ്പം നിന്ന് അതിനൊരു പ്രസക്തി ഇല്ലാതെ പോകും. പിന്നെ ആരാണോ കൂട്ട് ഏത് ഭാവത്തിൽ അതനുസരിച്ച് ബുധൻ്റെ സ്വഭാവം മാറും. പക്ഷേ നമ്മളിൽ ഗ്രഹനിലയിൽ ശുക്രൻ എങ്ങനെയാണെന്നുള്ളതാണ് കറക്റ്റായിട്ട് നോക്കുക. അപ്പോൾ ശുക്രനാണ് പ്രണയത്തിൻ്റെ കാരകൻ, നമ്മുടെ ഫാമിലിയുടെ കാരകൻ, അതുപോലെ തന്നെ പണത്തിൻ്റെ കാരകൻ. അപ്പോൾ ശുക്രൻ നന്നായി നിൽക്കുന്ന ഒരു ജാതകത്തിൽ നമുക്ക് അയാളെ കറക്റ്റായിട്ട് പറയാം ഇയാൾക്ക് ഇതെല്ലാം ഉള്ള ആളായിരിക്കും എന്ന് പറയാം. പക്ഷേ ശുക്രൻ അങ്ങനെ നിന്നതുകൊണ്ട് എല്ലാം ഉണ്ടായിട്ടും പിന്നെ ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് സമാധാനമില്ല. അങ്ങനെ പൈസ ഉണ്ടായതുകൊണ്ട് നമുക്ക് എല്ലാം ഉണ്ടാകണമെന്നില്ല. പൈസ നന്നായി വരാനായിട്ട് മെറ്റീരിയൽ ലൈഫ് വലിയ വീടുണ്ടാകാം, കാറുണ്ടാകാം, ബിസിനസ്സിൽ വലിയ ലാഭങ്ങൾ ഉണ്ടാകാം. പക്ഷേ അയാൾക്ക് നല്ലൊരു സ്വസ്ഥതയില്ലാത്തൊരു ലൈഫാണെങ്കിൽ സമാധാനം ഇല്ലാതെ, അപ്പോൾ അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യണത് വ്യാഴാണ്. അപ്പോൾ വ്യാഴവും ശുക്രനും നന്നായി നിൽക്കുന്ന ഒരു ജാതകം, അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അയാൾക്ക് മെറ്റീരിയലായിട്ടുള്ള ബെനിഫിറ്റും ഉണ്ടാകും, അതോടൊപ്പം സമാധാനം സന്തോഷമുള്ള കുടുംബം അങ്ങനെ വരുന്നു. അപ്പോൾ നമ്മൾ സാധാരണ നോക്കുന്നത് 2 എന്ന് പറയുന്നത് നമ്മുടെ കുടുംബമാണ്, നമ്മുടെ വാക്കാണ്, ധനസ്ഥാനമാണ്. അതുപോലെ 5 എന്ന് പറഞ്ഞാൽ പൂർവ്വപുണ്യം, നമ്മുടെ സന്താനം, 9 ഭാഗ്യം, 11 എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാഭം. അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ എവിടെയാണ് ശുക്രൻ നിൽക്കുന്നത്, ശുക്രൻ സ്വക്ഷേത്ര ബലവാനാണോ അല്ലെങ്കിൽ ഉച്ചക്ഷേത്രത്തിലാണോ, അങ്ങനെയൊക്കെ അതിൻ്റെ കോമ്പിനേഷൻ ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കും. ഇനി അഥവാ നമുക്ക് ഈ ഇതിലെ കോമ്പിനേഷനിൽ വരുമ്പോഴത്തേക്ക് ശുക്രൻ നീചത്തിൽ പോയി, അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും മാലിഫിക്കായിട്ടുള്ള ഏതെങ്കിലും ക്രൂരഗ്രഹങ്ങൾ, അതായത് രാഹു, കേതു, ശനി ഇവരുടെയൊക്കെ നോട്ടം വന്നിട്ട് ശുക്രൻ ഒന്ന് ചുരുങ്ങിപ്പോയി എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ ഒരവസ്ഥ വന്നാൽ തീർച്ചയായിട്ടും അപ്പോൾ അതിനനുസരിച്ച് ആ വ്യക്തിക്ക് നല്ലതുണ്ടാവേണ്ട പല അയാളുടെ പ്രയത്നങ്ങളും നഷ്ടത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ സപ്പോർട്ടീവായിട്ട് ബുധനും വ്യാഴവും നിന്നിട്ടും ഇല്ല എങ്കിൽ അയാൾ തീർത്തും ഒരു പരാജയമായി മാറും. അപ്പോൾ അതായത് ഇപ്പോൾ ഇത്രയും ഗ്രഹങ്ങളെല്ലാം, അതായത് നമുക്ക് മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് ഈ ഗ്രഹങ്ങളുടെ പ്രശ്നങ്ങളല്ലാതെ എന്തെങ്കിലും കാരണം കൊണ്ട് ഈ പറഞ്ഞ വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റുമോ? ഗ്രഹങ്ങൾ നോക്കുമ്പോൾ ഇങ്ങനെയുള്ള, അതായത് നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഒറ്റ നോട്ടത്തിൽ തന്നെ ആ വ്യക്തിയുടെ ശുക്രൻ ശരിയല്ല, ശുക്രനായിട്ടും അതുപോലെ തന്നെ വ്യാഴം അനുകൂലമല്ല, ബുധൻ അനുകൂലമല്ല, ശുക്രൻ നീചത്തിലാണ്, അല്ലെങ്കിൽ ദുസ്ഥാനത്താണ് നിൽക്കുന്നത്, വ്യാഴം ദുസ്ഥാനത്താണ് നിൽക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുവാണെന്നുണ്ടെങ്കിൽ മൗഢ്യത്തിൽ നിൽക്കുന്ന ശുക്രൻ, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് നമുക്ക് പറയാം ശുക്രനെ ഒന്ന് ബലപ്പെടുത്തണം, ദൈവാനുകൂല്യം ഒന്ന് കൂട്ടണം. അപ്പോൾ ഇതിനൊക്കെ കൂടി ഒരൊറ്റ വഴി നമ്മൾ പറഞ്ഞു കൊടുക്കും. അതാണ് മഹാലക്ഷ്മി ധ്യാനം. അപ്പോൾ മഹാലക്ഷ്മി എന്ന് പറയുന്നതാണ് മഹാലക്ഷ്മി എന്ന് പറഞ്ഞാൽ സൂര്യനും ചന്ദ്രനും ഗുരുവും എല്ലാവരെയും ഒരേപോലെ അപ്ലിഫ്റ്റ്, അവരുടെ എല്ലാവരുടെയും സഹായം കിട്ടാനായിട്ട് നമുക്ക് മഹാലക്ഷ്മിയാണ് ധ്യാനിക്കുന്നത്. എങ്ങനെയാണ് ഒരാളുടെ ധ്യാനത്തിലൂടെ നമുക്ക് ആ ഒരു ഗ്രഹസ്ഥാനം നമുക്ക് അതിലൂടെ എങ്ങനെയാണ് ഒരു കറക്ഷൻ? അപ്പം മഹാലക്ഷ്മി എന്ന് പറഞ്ഞാൽ ധനത്തിൻ്റെ ആളാണ്, എല്ലാവർക്കും അറിയാം. ഏതാ ജാതിമത ഭേദം തന്നെ മഹാലക്ഷ്മിയെ നമുക്കറിയാം. അപ്പോൾ മഹാലക്ഷ്മി സ്ഥവല് ശ്രീ സൂക്തം
എന്ന ആ ഒരൊറ്റ സൂക്തം ഇത് ജപിക്കുക നമ്മൾ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഹൃദയചക്രത്തിൽ ഇപ്പം ഇങ്ങനെ നമ്മളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെയാണ്. തീരെ ദാരിദ്ര്യമാണ്, കഷ്ടപ്പാടാണ്, ഗ്രഹനിലയിൽ വീക്കാണ്, ഇതെല്ലാം നമ്മൾ പേടിക്കണ്ടെന്നേ പറയാറുള്ളൂ. പേടിക്കുമെന്ന് പറയില്ല, അതിലെ കഷ്ടമാണ്, കട്ടപ്പോകേണ്ടി നോക്കണ്ട എന്ന് പറയാറില്ല. പകരം നമ്മൾ പറയുന്നത് മഹാലക്ഷ്മിയെ ഹൃദയത്തിൽ ധ്യാനിക്കുക. നമ്മുടെ ഹൃദയചക്രത്തിലേക്ക് മഹാലക്ഷ്മിയെ കൊണ്ടുവന്നിട്ട് മഹാലക്ഷ്മി എങ്ങനെയായിരിക്കുന്നത് എന്നൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ ശ്രീ സൂക്തം ജപിക്കുക. അപ്പോൾ അങ്ങനെ ജപിച്ചു കഴിയുമ്പോൾ ഒരു 108 തവണ ജപിക്കുക. മഹാലക്ഷ്മിയാണ് ശരിക്കും സൂര്യനും ചന്ദ്രനും അതുപോലെ തന്നെ ഗുരുവും, ആ 2 ആനകളോട് നിൽക്കുന്ന ആ ആനകളെ നമ്മൾ ഗുരുവായിട്ടാണ് കാണുന്നത്. അപ്പോൾ സൂര്യനായിട്ടും ഈ ശ്രീ സൂക്തത്തിൽ പറയുന്നുണ്ട്, ചന്ദ്രനായിട്ടും പറയുന്നുണ്ട്, ഗുരുവിൻ്റെ സപ്പോർട്ടും എല്ലാം ഈ ഒരൊറ്റ സൂക്തം കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുടുംബത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ, ഈശ്വരാധീനം വർദ്ധിപ്പിക്കാൻ, ധനം, സമാധാനം. കാരണം സൂര്യനും ചന്ദ്രനും ഒരുപോലെയാണ്. മഹാലക്ഷ്മിയെ ധ്യാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് സൂര്യൻ്റെ ഗുണവും കിട്ടും, ചന്ദ്രൻ്റെ ഗുണവും കിട്ടും. അതായത് സൂര്യൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി കാര്യങ്ങളാണ് വരുന്നത്. ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ തരളിതമായ നമുക്കൊരു വീട്ടിലുള്ള ഒരു സ്ത്രൈണത, നമ്മൾ ഒരു സ്നേഹം, മാതൃത്വം, അങ്ങനെയൊക്കെ വരുന്ന ആ മാതൃത്വം ഉണ്ടാകും. മഹാലക്ഷ്മിയെ ഭജിച്ചു കഴിഞ്ഞാൽ ലീഡർഷിപ്പ് ക്വാളിറ്റിയും ഉണ്ടാകും ഒരേപോലെ. ഇത് രണ്ടും മഹാലക്ഷ്മി സ്തവത്തിലൂടെ നമുക്ക് ഒരു ഡൗട്ടെന്ന് ചോദിച്ചാൽ മാം, ഇപ്പം മാം പറഞ്ഞതനുസരിച്ച് ഈ ഒരു മഹാലക്ഷ്മി ധ്യാനം ചെയ്യുകയാണെങ്കിൽ ഇത് ഈ ഗ്രഹനിലയിൽ ഇദ്ദേഹത്തെ ഒരു ബിസിനസ് സക്സസ്ഫുൾ ആകുന്ന ആളാണെന്ന് കൊടുത്തിട്ടുള്ള ആൾക്കും അതില്ലാത്തൊരു ജാതകൻ, അപ്പം ആ ജാതകത്തിൽ കാണിക്കുന്നത് അനുസരിച്ച് ഇയാൾ ബിസിനസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇയാൾക്കൊരു ലക്കിൻ്റെ ഫാക്ടറോ കുറവാണ്, അദ്ദേഹം ഇത് ജപിക്കുകയാണെങ്കിൽ അതൊരു ഡെയിലി കൺസെപ്റ്റിൽ ഡെയിലി റൂട്ടീൻ്റെ ഭാഗമായി അദ്ദേഹം ജപിക്കുകയാണെങ്കിൽ ഈ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. ഉറപ്പായിട്ടും മാറ്റം ഉണ്ടാകും. കാരണം സൂര്യനും ചന്ദ്രനും നമ്മുടെ ഗ്രഹനിലയിൽ പിന്നെ നമുക്ക് മനസ്സമാധാനം തരുന്നത് ചന്ദ്രനാണ്. നമുക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി തരുന്നത് സൂര്യനാണ്. ഈ സൂര്യനെയും ചന്ദ്രനെയും മഹാലക്ഷ്മിയായിട്ടാണ് കണക്കാക്കുന്നത് ശ്രീ സൂക്തത്തിൽ. അതെല്ലാം ദേവിയുടെ അണ്ടറിലാണ്, ദേവിയിലാണ് ഇതെല്ലാം, ആ ഭാവങ്ങളൊക്കെ. പിന്നെ ദേവി തന്നെയാണ് നാരായണനാണ് നമുക്ക് എല്ലാ പ്രൊട്ടക്ഷനും തരേണ്ടത്. ഇതെല്ലാം ഒരാളിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ശ്രീ സൂക്തം നമ്മൾ ഭക്തിയോടെ ദിവസവും മഹാലക്ഷ്മിയെ മനസ്സിൽ ധ്യാനിച്ച് ഹൃദയചക്രത്തിൽ മഹാലക്ഷ്മിയെ കൊണ്ടുവന്ന് ധ്യാനിച്ചാൽ നമ്മുടെ ഗ്രഹനിലയിൽ ഉണ്ടാകുന്ന എല്ലാ ദോഷങ്ങളും ഒരുപോലെ മാറ്റിയെടുത്ത് നമുക്ക് ജീവിതത്തിൽ ഉണർവും ഉന്മേഷവും പിന്നെ ധനവും ധാന്യവും ധൈര്യവും സന്തോഷവും ഒക്കെ നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്ന ഒറ്റമൂലിയാണ് ഈ ശ്രീ സൂക്തം. മഹാലക്ഷ്മിയെ നന്നായി ഭജിക്കുക എന്നുള്ളത്. അത് നമ്മുടെ ഗ്രഹനിലയിൽ ശുക്രൻ മോശമായാലും ശരിയാണ്, അല്ലെങ്കിൽ വ്യാഴത്തിന് ഇത്തിരി പഴച്ചു നിൽക്കുന്നതാണെന്ന് അങ്ങനെ ആകുമ്പോഴൊക്കെ നമ്മൾ പറയും. സാധാരണ നമ്മൾ നോക്കിയിട്ട് പറയും, അയ്യോ വ്യാഴം പഴച്ചു പോയല്ലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ യോഗങ്ങളാണല്ലോ, അതെല്ലാം നഷ്ടത്തിലാണല്ലോ, മുജ്ജന്മാർജിത പാപമാണ് എന്നൊക്കെ പറയുന്നിടത്ത് ഒറ്റമൂലിയാണ് ശ്രീ സൂക്തം. അപ്പോൾ ശ്രീ സൂക്തം ജപിച്ച് മഹാലക്ഷ്മിയെ റെഗുലറായിട്ട് നമ്മളൊരു 108 തവണ ജപിച്ച് അതിൻ്റെ അർത്ഥവും ഇത് പറഞ്ഞ് ദേവിയെ മനസ്സിൽ ധ്യാനിക്കുന്ന ഒരു വ്യക്തിക്ക് ധനം തനിയെ വരും, ജീവിതത്തിൻ്റെ സന്തോഷങ്ങൾ തനിയെ വരും, എല്ലാം തനിയെ വരും. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ ദുർഘടാവസ്ഥയിൽ ഇതെല്ലാം ഗ്രഹനിലയിൽ ഇതൊന്നും മനസ്സിലാക്കാത്തൊരു വ്യക്തിക്ക് അസ്ട്രോളജി അതാണ്, ഒരു ഗുരുവായിട്ട് നിൽക്കും അവിടെ. അപ്പോൾ ഒരു അസ്ട്രോളജർക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഒരു ഗുരുവിൻ്റെ സ്ഥാനത്ത് നിന്ന് നിങ്ങളുടെ ബിസിനസ് നഷ്ടമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കാര്യങ്ങളുണ്ട്, നിങ്ങളാകെ ബുദ്ധിമുട്ടിലാണ്, പല സ്ഥലത്തും ചെല്ലുമ്പോൾ അവരെല്ലാം പറയും ഇത് കർമ്മഘടങ്ങളാണ്. വേണ്ട, നമ്മളതിന് ഒരൊറ്റ മൗലി എന്ന നിലയിൽ മഹാലക്ഷ്മിയുടെ ശ്രീ സൂക്തം ജപിച്ച് ദേവിയെ നന്നായി ആരാധിച്ച് വെള്ളിയാഴ്ച പിന്നെ സപ്പോർട്ടീവായിട്ട് നമുക്ക് തീരെ മോശമായിട്ട് ഇതൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളിയാഴ്ച ദിവസം ഒരിക്കലെടുക്കുക. അപ്പോൾ വ്രതം എടുക്കുക, നോൺ വെജ് ഒന്നും കഴിക്കാതെ ദേവിയെ ഭജിക്കുക. വെള്ള വസ്ത്രങ്ങൾ കഴിവതും ഉപയോഗിക്കുക. വെള്ള അരി, പഞ്ചസാര, പാല് ഇതൊക്കെ ജനങ്ങൾക്ക് ഇല്ലാത്തവർക്ക് കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ചെയ്തു പോന്നാൽ മറ്റൊരു എന്താ പറയുക വലിയൊരു ഹോമോ അല്ലെങ്കിൽ വലിയൊരു കാര്യങ്ങളോ ചെയ്യാതെ നമുക്ക് നേടാം ഈ വിജയമൊക്കെ. അതാണ് മഹാലക്ഷ്മിയുടെ ശ്രീ സൂക്തം. ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോൾ ഒരു വ്യക്തിക്ക് ജാതകമുള്ളതുപോലെ ഒരു കമ്പനിക്ക് ഉണ്ട്. അപ്പോൾ കമ്പനി എന്ന് പറയുന്ന ഒരു ലീഗൽ പേഴ്സൺ ആണ്, അതിൻ്റെ സെപ്പറേറ്റ് ഒരു ലീഗൽ എൻറ്റിറ്റി ആണെന്നാണ് പൊതുവെ ബിസിനസ്സിൽ പറയുന്നത്.
അപ്പോൾ അതുപോലെ ഒരു മനുഷ്യൻ ജനിക്കുന്ന സമയമൊക്കെ കണക്കാക്കിയാണ് ജാതകം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുപോലെ ഒരു കമ്പനിക്ക് ജാതകം ഉണ്ടോ? അല്ലെങ്കിൽ ഇപ്പോൾ ഞാനൊരു കമ്പനി തുടങ്ങി, അത് എൻ്റെ സമയം മോശമായതുകൊണ്ട് കമ്പനിയുടെ ലാഭം താഴേക്ക് വരുമോ, അതോ കമ്പനിയുടെ സമയം നല്ലതായിരുന്നു പക്ഷേ എൻ്റെ സമയം മോശമായിരുന്നു അതുകൊണ്ട് കമ്പനി രക്ഷപ്പെട്ടു പോകും, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമോ? ഒരു കമ്പനി തുടങ്ങുമ്പോൾ ആ കമ്പനി നമ്മൾ ജനിക്കുകയാണല്ലോ, അവിടെ ഒരു ആരുടെ പേരിലാണോ ഉള്ളത്. അപ്പോൾ ആ വ്യക്തിയുടെ ഗ്രഹനിലയും ഇതുമായിട്ട് നല്ല ആ ലീഡർ സ്ഥാനത്ത് നിൽക്കുന്ന ആരാണോ ആ വ്യക്തിയുടെ ഗ്രഹനിലയിൽ ഇതൊക്കെ മോശമായിട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്കുണ്ടാകുന്ന മഹാദശാകാലങ്ങളിൽ ദുരിതമാണ്. 7ര ശനി, അഷ്ടമശനി അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ആ പുള്ളി പതുക്കെ ലീഡർഷിപ്പ് മാറ്റിയിട്ട് ഇതിനനുയോജ്യമായ മറ്റൊരാൾ, അത് നല്ല ദശാകാലം ഉണ്ടാകുന്ന ആൾ, അങ്ങനെയുള്ള ഒരാൾ മുന്നോട്ട് വരിക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇത് പാസീവായിട്ട് നിന്നിട്ട് ലീഡർഷിപ്പിൽ നമ്മൾ അങ്ങനെയാണ് ശരിക്കും പറയണം. അപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ നമ്മൾ പറയും ഹസ്ബൻഡിന് ഇപ്പോൾ ചീത്ത സമയമാണ്, മോശമുള്ള കാര്യങ്ങളാണ്, അധികം ഇൻവെസ്റ്റ് ചെയ്യരുത്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും പറയും വൈഫിൻ്റെ നോക്കൂ അല്ലെങ്കിൽ പാർട്ട്ണറുടെ നോക്കൂ എന്ന് പറയും. അപ്പോൾ അവർ നല്ല രീതിയിലുള്ള മഹാദശയൊക്കെ നല്ല അനുകൂലമായിട്ട് വരുന്നു, ബിസിനസ്സിന് നല്ല രീതിയിലുള്ള ശുക്രൻ നന്നായിട്ടാണ് നിൽക്കുന്നത്, അവരുടെ രീതിയിൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകളിലൊക്കെ ഉന്നതമായ രീതിയിലാണ് നിൽക്കുന്നത്, തീർച്ചയായിട്ടും നമ്മളപ്പോൾ പറയും ഒന്ന് മാറ്റി പിടിക്കാൻ പറയും. അല്ല, അപ്പം അവിടെ ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. ഇപ്പം ഒരു എക്സാമ്പിളിനായിട്ട് ചോദിക്കുകയാണ്. ഇപ്പം ഒരു കമ്പനി ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം സിദ്ധാർത്ഥിൻ്റെയാണ് കമ്പനി, സിദ്ധാർത്ഥിൻ്റെ മോശ സമയമാണ്, ആ കമ്പനിയിൽ ജോലി ചെയ്ത ഒരാളാണ് ഞാൻ, എനിക്ക് നല്ല സമയമാണ്, അതങ്ങനെ ഫാക്ടർ ആകത്തില്ലല്ലോ? അപ്പം ഫാക്ടർ ആകും എന്ന് പറഞ്ഞാൽ വേറെ ഏതെങ്കിലും ഇപ്പം കമ്പനി നഷ്ടത്തിലാകാം, പക്ഷേ ഈ വ്യക്തിക്ക് ചിലപ്പോൾ ആ കമ്പനി നഷ്ടത്തിലായാലും ഇയാൾക്ക് അതിൻ്റെതായ വേറെ രീതിയിൽ അയാൾ അവിടെ ആ സമയത്ത് ചിലപ്പോൾ വേറെ എന്തെങ്കിലും അയാളുടെ സെക്ഷനിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള ഗുണങ്ങളുണ്ടാകാം, അയാൾക്ക് അതിനെ ബാധിക്കാതെ പോകാം. അതല്ലേ വലിയ കമ്പനികളൊക്കെ ആയിരിക്കും പക്ഷെ ഒന്നും അറിയാതെ പോകുന്ന ഒരു ഭാഗം ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്കെന്ന് പറഞ്ഞാൽ അവർക്ക് ഒന്നെങ്കിൽ ചില സമയത്തിനാണ് ഏറ്റവും നല്ല രീതിയിലാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് വേറൊരു ട്രാൻസ്ഫറെങ്കിലും വേറൊരു സ്ഥലത്തേക്ക് പോകാം, കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു ജോലിയിലേക്ക് നമ്മുടെ വിധി തള്ളിക്കൊണ്ടുപോകും. ഇല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്നിട്ട് അവിടെ ആ നിൽക്കുന്നതാണ് നമ്മുടെ സെക്ഷനിൽ നമുക്ക് നീറ്റായിട്ട് മാനിയായിട്ട്, അല്ലെങ്കിൽ ഇയാൾ വേണം. ആ കമ്പനി പൂട്ടിപ്പോയാൽ വേറെ ജോലിക്ക് ശ്രമിക്കുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കിട്ടുന്നതാകുമ്പോഴും അത് സമയം അതാണ്. അപ്പോൾ അതുകൊണ്ടാണ് മിക്ക കമ്പനികളിലും ശരിക്കും ഒരു കമ്പനിയുടെ ഒരു ഗ്രഹനിലയും അതുപോലെ തന്നെ അവിടുത്തെ CEO അതുപോലെയുള്ള അവരുടെയൊക്കെ ഗ്രഹനിലകളൊക്കെ നോക്കാറുണ്ട്. ശരിക്കും നമുക്ക് ഇവിടെയാണ് ഉത്തരേന്ത്യയിലൊക്കെ ഇതൊക്കെ ക്ലിയർ ആയിട്ട് അവർ ചെയ്യും. അപ്പോൾ അവിടുത്തെ ഓരോ എംപ്ലോയീസിനെ എടുക്കുമ്പോഴും ഇതുമായിട്ട് മാച്ച് ആണോന്ന് നോക്കും. അതായത് ആ ലീഡറുമായിട്ട് ഇവരെങ്ങനെയാണ്, അവരുടെ സ്വഭാവവും ഇവരുടെ രീതികളും എങ്ങനെയാണ്, ഈ രീതിയിൽ ഇവർക്ക് ഇതിനകത്തോട്ട് പ്രോഗ്രസ്, പ്രത്യേകിച്ച് ഈ സ്വർണ്ണക്കടകൾ പോലെയുള്ള കടകളിലൊക്കെ ശനിയുടെ ഇതുള്ളവരെ അധികം എടുക്കില്ല അവർ. ഇപ്പോൾ വ്യാഴാനുകൂല്യമുള്ളവരെ ആയിരിക്കും, വ്യാഴമാണ് സ്വർണം, ലക്ഷ്മി, മഹാലക്ഷ്മി ഒക്കെ പറയുന്നത്. അപ്പോൾ അവരുടെ വ്യാഴം എവിടെയാണ് നിൽക്കുന്നത്, ദൈവാധീനം ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. ആ സമയം ഇരുമ്പ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്, ശനി എപ്പോഴും ഹാർഡ്ഷിപ്പാണ്. അപ്പോൾ അവിടെ സ്വർണ്ണക്കടകളിലൊന്നും അങ്ങനെയുള്ളവരെ എടുക്കില്ല. അങ്ങനെ നോക്കിയൊക്കെ ചെയ്യും അവർ, ശരിക്കും വലിയ വലിയ ബിസിനസ്സുകളല്ലേ, അപ്പോൾ അങ്ങനെ ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഇവിടെ ഈ രാഹുവിൻ്റെ ഇൻഫ്ലുവൻസ് ഉള്ളവർക്കായിരിക്കും ശരിക്കും ഈ രീതിയിലുള്ള ഛായാഗ്രഹണം, ഫിലിം ഇങ്ങനെയൊക്കെ ഉള്ള വരുമ്പോൾ രാഹു ഉച്ചത്തിൽ നിൽക്കുന്ന ഒരാൾ, രാഹു ദശയിലാണ്, രാഹു കുംഭത്തിലാണ്, അല്ലെങ്കിൽ മകരത്തിലാണ്, അല്ലെങ്കിൽ രാഹു നിൽക്കുന്നത് പിന്നെ രാഹുവിന് ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള അതായത് ശക്തിയുള്ള തുലാത്തിലാണ് നിൽക്കുന്നത്, അവിടെ പിന്നെ ശുക്രൻ നല്ല രീതിക്കാണ് നിൽക്കുന്നതെങ്കിൽ അയാൾ നല്ലൊരു ഫോട്ടോഗ്രാഫർ ആവാം. അതുപോലെ തന്നെ അയാൾ നല്ലൊരു ഫിലിം അയാൾക്ക് നടനാകാം, അല്ലെങ്കിൽ അതിൻ്റെ ക്രിയേറ്റീവ് വർക്ക് ചെയ്യുന്ന ഒരാളാകാം, അങ്ങനെയൊക്കെ ആവാം. അപ്പോൾ അതെല്ലാം കണക്കാക്കിയിട്ട് വേണം. ഇപ്പോൾ നമ്മൾ കുട്ടികൾ പഠിക്കുമ്പോഴാണെങ്കിലും അങ്ങനെ തന്നെയാണ്, നമ്മൾ നമ്മുടെ മക്കളെ അയാൾ ഡോക്ടറായി, എൻ്റെ മോനും ഡോക്ടറാകണം അല്ലെങ്കിൽ ഇങ്ങനെ ആകണമെന്ന് പറയുമ്പോൾ അയാൾക്ക് ചിലപ്പോൾ ഏറ്റവും അനുയോജ്യമായിട്ട് ഗ്രഹനില വന്ന് കിടക്കുന്നത് ഛായാഗ്രഹനായിരിക്കും, അല്ലെങ്കിൽ ഫിലിമിൽ പോകാനുള്ള ആളായിരിക്കും, അല്ലെങ്കിൽ അയാൾ IT ആയിട്ട് മേഖലയിൽ കണക്ട് ചെയ്യുന്നതായിരിക്കും. ഇതെല്ലാം ഗ്രഹനിലയിൽ ഉണ്ടാവും. ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ ഇല്ല ഈ പ്രൊഫഷനാണ് നല്ലത് അല്ലെങ്കിൽ ഇതിനാണ് കുറച്ചുകൂടി മാന്യത എന്ന് പറഞ്ഞു വിട്ടാൽ അട്ടർലി ആ കുട്ടി പോകുന്ന മേഖല പരാജയമായിരിക്കും. നമുക്ക് ഈ സാമ്പത്തികം അല്ലെങ്കിൽ ജോലിപരമായിട്ടുള്ള കാര്യങ്ങളല്ലാതെ മറ്റെന്തൊക്കെ കാര്യങ്ങൾ ഗ്രഹനിലയിലൂടെ അറിയാനും അതിനെ മാറ്റാനും പറ്റും? ഗ്രഹനിലയിലൂടെ എല്ലാം തന്നെ അറിയാൻ പറ്റും. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അതുകൊണ്ടാണല്ലോ നമ്മൾക്ക് വിവാഹമൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ ഗ്രഹനില നോക്കണമെന്നൊക്കെ പറഞ്ഞത്. പണ്ടുള്ളവരങ്ങനെ പറഞ്ഞിരുന്നു. അത് കാരണം അതാണ്, ഒരു വ്യക്തി 2 വ്യക്തികൾ തമ്മിൽ ചേരാൻ പോവുകയാണ് അവിടെ. അപ്പോൾ തീർച്ചയായിട്ടും ഇയാൾ എന്തൊക്കെ ക്വാളിറ്റി ഇയാളിലുണ്ട് അതിനോട്ട് മാച്ച് ചെയ്യുന്നതാണോ ഇയാൾ വേണമല്ലോ. ഇപ്പം നമ്മൾ വളരെ ഇതായിട്ട് പറയുന്നുണ്ട് അതൊന്നും നോക്കണ്ടെന്ന് പറയുമ്പോഴും
ഇതിന് കള്ളത്തരം ഇപ്പം നമ്മൾ ഇന്ന് ചേർപ്പിക്കും ജാതകങ്ങളിപ്പോൾ. അതായത് മറ്റ് മെറ്റീരിയൽ ബെനിഫിറ്റൊക്കെ വരുമ്പോൾ ചെറുക്കൻ ഡോക്ടറാണ്, കുറേ ഫേമസ് ആയ ആളാണ്, നല്ല ഫാമിലിയാണ്, എല്ലാം കൊണ്ട് കൊള്ളാം. അപ്പം നമ്മുടെ അടുത്ത് വരുന്നവർ പറയുന്നത് എന്താ, അതെ ഇതെല്ലാം കറക്റ്റാണ്, പിന്നെ ഇതൊന്ന് ജസ്റ്റ് നോക്കുന്നതേ ഉള്ളൂ, എങ്ങനെയെങ്കിലും ഒപ്പിച്ചു തരണം. അങ്ങനെ ചേർക്കാൻ പറ്റുമോ? അങ്ങനെ പിന്നെ നമുക്ക് ആർക്കാ ചേർക്കാൻ പറ്റാത്തത്? അവര് പറയുന്നത് രക്ഷിതാക്കളാണ്, എങ്ങനെയും ചേർത്ത് തരണം. ഒരു ജ്യോതിഷം പറയാണ് ഇത് 8 പൊരുത്തം ഉണ്ടെന്ന് പറഞ്ഞാൽ ഓക്കെയാണ്. ഇപ്പൊ വരുന്ന രക്ഷിതാവ് അതോ ഏതെങ്കിലും ഒരാളായിരിക്കും. ചിലപ്പോ ഇപ്പൊ സിദ്ധാർത്ഥന്റെ കേസ് കണ്ടെടുക്കുക, സിദ്ധാർത്ഥന്റെ അമ്മ വന്ന് എന്നോട് പറയുകയാണ്, അതെ മോനൊരു വിവാഹം വന്നു, നല്ലതാണ്, വളരെ പെൺകുട്ടിയും നല്ല ഭംഗിയാണ്, അവന് ഇഷ്ടപ്പെട്ടു, പിന്നെ അവരുടെ ഫാമിലി വളരെ നല്ലതാണ്, റിച്ച് ഫാമിലിയാണ്, കൊള്ളാം, നല്ല ഫേമസ് ആയിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള നല്ല ട്രഡീഷണലൊക്കെ ഉള്ള ഒരു ട്രഡീഷണൽ ഫാമിലിയാണ്, ഒരു തെറ്റും ആർക്കും പറയാനില്ല. ഞാൻ നോക്കുമ്പോൾ അതിനകത്ത് പല വ്യത്യാസവും കാണും. നിങ്ങളുടെ സ്വഭാവം നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് പോവില്ല, ഇല്ലേ നിങ്ങൾക്ക് പിള്ളേരുണ്ടാകാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങളും ഡിഫക്റ്റ് അവിടെ കാണും. അപ്പം നമ്മൾ പണ്ടുള്ളവർ അതാണ് നോക്കിയിരുന്നത്, പാപസാമ്യം നോക്കിയിരുന്നു. അതുപോലെ തന്നെ രണ്ടുപേർക്കും ഒരേപോലെ കഷ്ടപ്പാടുകൾ വരുന്നൊരു സമയമുണ്ട്, ദശാസന്ധി ദോഷം എന്ന് പറയും. അത് രണ്ടുപേർക്കും ഇപ്പോൾ കഴിക്കുന്ന ഭർത്താവിന് ദശാസന്ധി വരുന്ന അതൊരു ദുർഘടമായ സമയമാണ്. 2 ഗ്രഹങ്ങൾ അങ്ങോട്ട്, ഒരു ഗ്രഹം ഒഴിഞ്ഞ് മറ്റൊരു ഗ്രഹം വരുമ്പോഴത്തേക്കും നമുക്ക് സാധാരണ ഉണ്ടാകുന്ന ഒരു വിഷമസന്ധിയാണ് ദശാസന്ധി. അത് ഭാര്യയ്ക്കും ഭർത്താവിനും ഒരേപോലെയാണ് വരുന്നതെങ്കിൽ അവർ തമ്മിൽ പെട്ടെന്ന് കല്യാണം കഴിച്ചാൽ ആദ്യമൊക്കെയാണ്, ആദ്യ സ്റ്റേജ് ആണെങ്കിൽ സത്യമായിട്ട് അവർ ഇടിവീഴുകയും അവർ വിട്ടുപോവുകയും ചെയ്യും. കാരണം കുറേ ആകുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്യണം. ആദ്യ കാലഘട്ടത്തിലേക്ക് തന്നെ 2 പേർക്കും ദശാസന്ധി സമയമുള്ള സമയത്തൊക്കെ നമ്മൾ എല്ലാം കൊണ്ടും ചേരുമെന്നും പറഞ്ഞാൽ എടുത്തു വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർ വഴക്കിട്ട് പോകും. അവരെ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും പെട്ടെന്ന് വരുമ്പോൾ അവർക്ക് താങ്ങാൻ പറ്റില്ല. അതാണ് ഇപ്പോൾ ശരിക്കും സംഭവിക്കുന്നത്. നന്നായിട്ട് നോക്കുക എന്ന് പറഞ്ഞാൽ ഈ പൊരുത്തം മാത്രം നോക്കിയാൽ 10ൽ 10 പൊരുത്തം അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, പാപസാമ്യം നോക്കണം. അതുപോലെ തന്നെ ഇയാൾക്ക് ആരാണ്, ഇയാളുടെ ആത്മകാരകനാരാണ്, ഇയാളുടെ ധാരകാരകനാരാണ്, ഇയാളുടെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ വിവാഹം കഴിക്കാൻ പോകുന്ന സ്ത്രീയുടെ സ്വഭാവം നമുക്ക് നമ്മുടെ ഗ്രഹനിലയിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ ആത്മകാരകൻ എന്താ, ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ ആത്മകാരകൻ സൂര്യനാണ് ിരിക്കട്ടെ. അപ്പോൾ സൂര്യൻ എന്ന് പറഞ്ഞാൽ ഏത് വ്യക്തിക്കും എന്താണ്, കുറച്ച് ലീഡർഷിപ്പ് ഉണ്ടാവും, ഇച്ചിരി ഈഗോയുള്ള ആളായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ പോയിട്ട് ഒരു കുജനാണ് താരകാരകമായിട്ട് നമ്മുടെ ഗ്രഹനിലയിൽ നിൽക്കുന്നത്. ഏറ്റവും ലോവസ്റ്റ് ഡിഗ്രിയുള്ള നമ്മുടെ ഗ്രഹനിലയിലെ ഏറ്റവും ലോവസ്റ്റ് ഡിഗ്രിയുള്ള ഗ്രഹമാണ് നമ്മുടെ ധാരകാരകം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പൗസ്, നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ നമ്മുടെ എണ്ണ. അപ്പോഴത്തേക്ക് നമുക്ക് പറഞ്ഞിരിക്കുന്നത് കുജനാണെന്ന് ഇരിക്കട്ടെ, നമ്മുടെ ഏറ്റവും ലോവസ്റ്റ് വന്നത് കുജനാണ്, നമ്മുടെ ആത്മകാരകൻ സൂര്യനുമാണെന്ന് ഇരിക്കട്ടെ. അങ്ങനെയുള്ളൊരു വ്യക്തിയാണെങ്കിൽ നമുക്ക് എങ്ങനെ ചിരിച്ച് എങ്ങനെ തലകുത്തി മറിഞ്ഞാലും കിട്ടുന്ന പെണ്ണ് ഇച്ചിരി തൻ്റെ ഉള്ള ആളായിരിക്കും. കുജനെന്ന് പറഞ്ഞാൽ ഇച്ചിരി എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് തിരിച്ച് ചോദിക്കാനുള്ളൊരു ധൈര്യം ആ കുട്ടിക്ക് ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കുട്ടി നമ്മുടെ അടുത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇഷ്ടപ്പെടുമോ? നമ്മളാരാ? സൂര്യനല്ലേ. അപ്പോൾ നമ്മൾ ഈഗോയാ ഭയങ്കര, അങ്ങനെ പാടില്ല, ഞാൻ ഭർത്താവാണ്, എനിക്ക് അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞു നിന്നാൽ അവിടെ വല്ലതും നടക്കുമോ? അപ്പോൾ അതിനാണ് നമ്മൾ അസ്ട്രോളജി ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരു അസ്ട്രോളജർ പറഞ്ഞു കൊടുക്കാൻ പറ്റും, നിങ്ങൾക്ക് ഇച്ചിരി ഈഗോ കൂടുതലാണ്, നിങ്ങളിങ്ങനെ ഇന്നത് കൊണ്ടാണ്. ഈ കുട്ടിയാണെങ്കിൽ ധാരകാരക ഗ്രഹം, നിൻ്റെ ധാരകാരക ഗ്രഹം കുജനാണ്, അപ്പം നിൻ്റെ ഭാര്യയുടെ കുറ്റമല്ല, നിനക്ക് ഇവളല്ല വേറൊരുത്തി വന്നാലും നിനക്ക് പറഞ്ഞിട്ടുള്ളത് കുജൻ്റെ സ്വാധീനമുള്ളൊരു സ്ത്രീയാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് അവൾ കുറച്ച് എന്തെങ്കിലുമൊക്കെ ദേഷ്യത്തിൽ പറഞ്ഞാലും അവളെ മനസ്സിലാക്കി മുന്നോട്ട് പോകുക. അപ്പോൾ ഇയാൾ കുറച്ച് സെൽഫ് സെൻറ്റേർഡ് ആയിട്ട് കുറച്ച് ഈഗോയിഷ് ആണെങ്കിലും ഭാര്യയോട് നമുക്ക് പറഞ്ഞു കൊടുക്കാം, അതങ്ങനെയാണ്, പുള്ളിയുടെ നേച്ചർ അതാണ്, രീതി അതാണ്. അപ്പോൾ നമുക്കത് മാറ്റിമറിക്കേണ്ട, സൗമ്യമായിട്ട് ഇത് രണ്ടും കൂടി എവിടെയെങ്കിലുമൊക്കെ ചേരുന്ന കുറേ കാര്യങ്ങളുണ്ടാവുമല്ലോ, അങ്ങനെ പോകുമെന്ന് പറയാം. അപ്പോൾ ഇതൊക്കെയാണ് ഗ്രഹനില നോക്കിയാൽ സമ്പത്ത് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളല്ല, ജീവിതത്തിൻ്റെ ഒരു ചേർച്ചയും കൂടി നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അത് വളരെ അത്യാവശ്യമാണ്. അല്ലാതെ ധനമോ അല്ലെങ്കിൽ ജോലി, പലരും അങ്ങനെയാണ് നമ്മുടെ അടുത്ത് വരുന്നതിന് നല്ല ജോലി, CA ആണ് പയ്യൻ, അതുകൊണ്ട് ഇവളും CA ആണ്, അതുകൊണ്ട് നമുക്ക് അത് രണ്ടും ചേർക്കാം, കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ട്. ചിലപ്പോൾ ജാതകം നോക്കുമ്പോൾ ഭാവസാമ്യം ഉണ്ടാവില്ല, ദശാസന്ധിയുള്ള സമയമായിരിക്കും, പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാകും, കുട്ടികളുണ്ടാകാൻ പ്രയാസം ഉണ്ടാകും, പലതുണ്ടാകും. അതൊക്കെ കുട്ടികളൊക്കെ പിന്നെയല്ലേ, ഇപ്പം നമുക്ക് ശരിയാക്കാമെന്ന് പറയും, കുറച്ച് നാൾ കഴിയുമ്പോൾ പിന്നെ കുട്ടികൾക്കായിട്ടുള്ള ഓട്ടായി. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഗ്രഹനിലയിൽ നോക്കി അതെല്ലാം മാച്ച് ചെയ്യുന്ന ഒരു കാരണമായിട്ട് എടുത്താൽ പിന്നീട് അലയേണ്ടി വരില്ല. അപ്പോൾ അതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ വിവാഹം കഴിക്കാനായിട്ട് ഒരു പെണ്ണും ഒരാണും കണ്ടു ഇഷ്ടപ്പെട്ടു, വളരെ കാലത്തെ പരിചയമാണ്, അവർ തമ്മിൽ വളരെ മനപ്പൊരുത്തം ഉണ്ടെങ്കിൽ ആചാര്യൻ അന്നേ പറഞ്ഞു വെച്ചിട്ടുണ്ട്, മനപ്പൊരുത്തമാണ് ഏറ്റവും ബെസ്റ്റ്.
മനപ്പൊരുത്തമുള്ള ജാതകം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വിവാഹത്തിൻ്റെ മറ്റ് മേഖലകളിലേക്ക് കടക്കണ്ട, അത് ഉത്തമമാണ്. പക്ഷേ ഇപ്പം മനപ്പൊരുത്തം എന്ന് പറയുന്നത് ഒരു ആകർഷണമാണോ മനപ്പൊരുത്തമാണോ എന്നുള്ളതാണ് വിഷയം. അപ്പോൾ അത് ഒരാൾക്കൊരാൾ, ഇപ്പോൾ രാഹുവിൻ്റെ ഇൻഫ്ലുവൻസ് ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ, അഷ്ടമത്തിൽ ശനിയും രാഹുവും, പിന്നെ രാഹു നീചത്തിലാണ് നിൽക്കുന്നത്, തൊഴിലില്ലാത്തതാണ്, അയാൾക്ക് ചിലപ്പോൾ ആകർഷണം വരുന്നത് സെക്ഷുവൽ ഡിസയറിന് വേണ്ടിയായിരിക്കും ചിലപ്പോൾ അയാൾ മറ്റവരെ സമീപിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഇതാണെങ്കിൽ തിരിച്ചറിയാൻ പറ്റാതെ പോകുമ്പോഴത്തേക്ക് നമ്മൾ ചതിയിൽപ്പെട്ടു പോകും. അപ്പോൾ ഈ ജാതകം ഒന്ന് മെല്ലനെ നോക്കി അവിടുത്തെ പാപസാമ്യങ്ങളുണ്ടോ, ഇവർ തമ്മിൽ എങ്ങനെയാണ് പൊരുത്തപ്പെട്ടു പോകും, സ്വഭാവത്തിൽ എങ്ങനെയാണോ അങ്ങനെയാണോ എന്നുള്ളത് ഒരു അസ്ട്രോളജറാണ്. ശരിക്കും ഹിന്ദു സമുദായത്തിൽ ഹിന്ദുക്കൾക്ക് സനാതനധർമ്മത്തിൽ നമ്മളൊരിക്കലും ഒരു കൗൺസിലറെ നിയോഗിക്കുന്നില്ല വിവാഹത്തിന് മുമ്പ്. അത് വലിയ കാര്യമായിട്ടില്ല, ഇപ്പോൾ കുറച്ചൊക്കെ ഉണ്ട്. എന്നാലും ഒരു അസ്ട്രോളജറെക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ശരിക്കും നിങ്ങൾക്ക് ഇന്നതാണ് നിങ്ങളുടെ ഇണ ഇങ്ങനെയായിരിക്കും, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പെരുമാറണം, ഇതാണ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള ഇണയുടെ സ്വഭാവം, അതുകൊണ്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം. ഇപ്പം നിങ്ങൾക്ക് ദശാസന്ധി സമയമാണ്, രണ്ടുപേർക്കും ഇതേപോലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും, അതുകൊണ്ട് നിങ്ങൾ കുറച്ചുകൂടി ആത്മസംയമനം, അതുപോലെ തന്നെ ദൈവികമായ കാര്യങ്ങളിലേക്ക് കുറച്ചും കൂടി നിങ്ങളുടെ കാര്യങ്ങൾ കൊണ്ടുപോകണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഒരു സ്ത്രീക്ക് ലഗ്നത്തിൽ ശനിയാണ്, ലഗ്നാധിപനുമാണ് ശനി എന്ന് വെച്ചോ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സ്ത്രീ മെല്ലപ്പോക്കായിരിക്കും എപ്പോഴും. അപ്പോൾ സ്പീഡിൽ ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഭർത്താവാണ് അവൾക്ക് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അയ്യോ ഇങ്ങനെ ഒരു പതിങ്ങി ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ബഹളമായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, അവരുടെ ലഗ്നാധിപൻ ഇതാണ്, അപ്പോൾ അവർക്ക് കുറച്ച് സ്ലോ ആണ്, അവർക്ക് അതേ സാധിക്കൂ. നിങ്ങളുടെ ലെവലിലേക്ക് അവരെ കൊണ്ടുവരാമെന്ന് ശ്രമിക്കണം. അവർക്ക് കുറച്ച് സാരമില്ല പതുക്കെയാണെങ്കിൽ ചെയ്തോളൂ, ഞാനും കൂടി സപ്പോർട്ട് ചെയ്ത് തരാം എന്ന് പറഞ്ഞ് അവർ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്കൊരു മനസ്സമാധാനത്തോടു കൂടി അവർക്ക് മെല്ലെയാണെങ്കിലും വൃത്തിയായിട്ട് ആ സംരംഭം പൂർത്തിയാക്കാൻ സാധിക്കും. അതിന് പകരം നമ്മൾ പറയും എല്ലാം പതുക്കെയാണല്ലോ ഇന്നെങ്ങാനും തീരുമെന്ന് ചോദിച്ചാൽ അവരെ മോശപ്പെടുത്തി പറഞ്ഞാൽ അത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. ഇതൊക്കെ നമ്മൾ ഗ്രഹങ്ങളെ അറിഞ്ഞ് നമുക്ക് ചിലർ വളരെ വെപ്രാളായിട്ട് ചെയ്യും, വളരെ എന്തും ചെയ്യാനുള്ള സാഹസികത കാര്യങ്ങളൊക്കെ. അവർക്ക് കുജനായിരിക്കും ചിലപ്പോൾ അവരുടെ ആത്മകാരകനായിട്ട് നിൽക്കുന്നത്. ശനി അങ്ങനെ നിൽക്കുന്ന ഒരാളോട് നമുക്ക് പോയിട്ട് കുജൻ്റെ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറഞ്ഞാൽ അവിടെ പരാജയമായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സാമ്യം നോക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഗ്രഹനില വെച്ച് രണ്ടാളുകളുടെയും ഗ്രഹനിലകൾ വെച്ച് അവിടെ പാപസാമ്യം നോക്കി ദശാസന്ധി നോക്കി ഇതൊക്കെയാണ് നോക്കേണ്ടത്. വെറുതെ പൊരുത്തങ്ങൾ നോക്കുക അല്ലെങ്കിൽ മറ്റ് മെറ്റീരിയൽ ആയിട്ടുള്ള ബെനിഫിറ്റ് കണ്ടിട്ട് ഇതെങ്ങനെയെങ്കിലും ഒന്ന് ചേർക്കൂ എന്ന് പറഞ്ഞ് ചേർത്തിട്ട് പിന്നീട് ഒരു കല്യാണം കഴിഞ്ഞ് പിന്നെ 2 കല്യാണത്തിലേക്ക് പോയി അങ്ങനെ ഒരു കല്യാണം എന്ന് പറയുന്ന ഒരു സംവിധാനം തന്നെ പാഴാണെന്ന് വിശ്വസിച്ച് പോകും. അങ്ങനെ അനുഭവം നമ്മൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. അപ്പം അതിനേക്കാളൊക്കെ നല്ലത് ഒന്നെങ്കിൽ വൃത്തിയായിട്ട് നമ്മൾ മനസ്സിലാക്കുക, വിവാഹത്തിന് മുമ്പ് ആ വ്യക്തിയെ നന്നായി മനപ്പൊരുത്തമുള്ള ഒരു വ്യക്തിയാണോ, നമ്മളോട് ചേരുവോ എന്നുള്ള രീതിയിൽ നമുക്ക് അത്രയും വിശ്വാസമുണ്ട്. ഗ്രഹനില നോക്കണ്ട, നമുക്ക് ആ കല്യാണം എടുക്കാം. അല്ല, നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്തൊരു വ്യക്തിയാണ്, നമ്മൾ ജസ്റ്റ് നിറത്തിൻ്റെയോ അല്ലെങ്കിൽ പണത്തിൻ്റെയോ പദവിയുടെ അടിസ്ഥാനത്തിൽ ഒരിക്കലും എടുക്കരുത്. അവരുടെ ജാതകം നോക്കി പാപസാമ്യം നോക്കി അങ്ങനെ വേണം എടുക്കാൻ. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരുവിധം സന്തോഷത്തോടെ അവർക്കുണ്ടാകുന്ന ജീവിതമാണ്, ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ വരും. ഇപ്പോൾ കുറച്ച് കാലം മാത്രമേ നമുക്ക് ആ ഒരു സന്തോഷത്തിൽ നിൽക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ടി വരും, ജീവിതത്തിൽ പലതരം അഡ്ജസ്റ്റ്മെൻറ്റുകൾ വേണ്ടി വരും. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ പിണങ്ങിപ്പോകാതെ ഇണങ്ങി നിൽക്കാനായിട്ട് ഈ ഗ്രഹനിലയിലുള്ള ഈ പൊരുത്തങ്ങൾ പറഞ്ഞ് ഇതിൻ്റെ വ്യത്യാസങ്ങളും അതിൻ്റെ സാമ്യങ്ങളും അതിൻ്റെ രീതികളും പറഞ്ഞു കൊടുത്ത് മെച്ചപ്പെടുത്താനായിട്ട് കഴിയും. അവിടെയാണ് അസ്ട്രോളജിയുടെ വിജയം. നമസ്കാരം.